ആശ അമ്മ അവരുടെ 2 ആമക്കൾ ബൻസിയും റാമുവിന്റെ കൂടെയും കൂടെ 2 മരുമക്കളായ നിർമ്മല കിരണിന്റെ കൂടെ ജീവിക്കുകയായിരുന്നു. നിർമ്മലയുടെ കുടുംബം വളരെ പാവപ്പെട്ടതായിരുന്നു. രാമുവും ബൻസിയും കർഷകരായിരുന്നു. 2 പേർക്കും ഓരോ മക്കളും ഉണ്ടായിരുന്നു. രാമുവിന്റെ മോളുടെ പേര് പിങ്കി എന്നും ബൻസിയുടെ മോന്റെ പേര് ബബുലു എന്നും. ഒരു ദിവസം തിരിച്ചു വന്ന രാമുവിനോട് ബൻസിയോടും അമ്മ പറഞ്ഞു, മക്കളെ വന്നോ? മക്കളെ, അമ്മ പറഞ്ഞില്ലേ ഇന്ന് വരുമ്പോ വെറും കൈയോടെ വരരുതേ എന്ന്. റേഷനെല്ലാം തീർന്നിരിക്കുക, വരുമ്പോ വാങ്ങാൻ പറഞ്ഞതല്ലേ. ഇവിടെ കഴിക്കാൻ ഒരു അരിമണി പോലുമില്ല. നിങ്ങൾ വെറും കൈയോടെ വരികയും ചെയ്തു. എന്തു ചെയ്യാനമ്മേ, മഴ കാരണം ഇപ്പൊ ജോലിയൊന്നും കിട്ടാനുമില്ല. വീട്ടിൽ അരിയോ പരിപ്പോ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് കിച്ചടിയെങ്കിലും ഉണ്ടാക്കാമായിരുന്നു. ഇന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യൂ. നാളെ ഞാനും ബെൻസിയും എന്തെങ്കിലും നോക്കാം. പിന്നെ അമ്മയുടെ മരുന്ന് തീർന്നിരിക്കുക, അതും വാങ്ങിക്കണം. നിർമ്മല, പണി കിട്ടിയ ഉടനെ തന്നെ അമ്മയുടെ മരുന്നുകൾ മേടിച്ചിട്ട് വരാം. എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിരൺ പറഞ്ഞു, നോക്കൂ, ഞങ്ങൾ എന്തെങ്കിലും പണിക്ക് പോയാലോന്ന് ആലോചിക്കുക. എന്തായാലും ഞങ്ങൾ ഇവിടെ വെറുതെ ഇരിക്കുക. അപ്പൊ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ കുടുംബം നടത്താൻ സഹായമാവില്ലേ? അപ്പൊ നമ്മുടെ കുടുംബത്തിന്റെ ബുദ്ധിമുട്ടും അതുപോലെ കുറയില്ലേ? കിരൺ വളരെ ശരിയാണ് പറയുന്നത്. ഞാനും കിരൺ പറഞ്ഞതിനോട് യോജിക്കുന്നു. ഇത് കേട്ട് 2 സഹോദരന്മാരും ഓക്കെ പറഞ്ഞു. 2 പേരും സമ്മതിച്ചതിന് ശേഷം അവർ 2 പേരും ഒരു വ്യവസായിയെ കാണാൻ പോയി. എന്നിട്ട് അവരോട് പറഞ്ഞു, സർ, ഞങ്ങൾക്ക് ജോലി വേണം. നിങ്ങൾ എന്തു പറഞ്ഞാലും ഞങ്ങളത് ചെയ്യാൻ തയ്യാറാണ്. അതെ സർ, ഞങ്ങൾ എന്ത് ജോലിയും ചെയ്യാം. പാത്രം കഴുകാൻ പറഞ്ഞാലും ഞങ്ങളത് ചെയ്യാൻ തയ്യാറാണ്. ഞങ്ങൾ അടിച്ചുവാരി വൃത്തിയാക്കിയിടാനും ഞങ്ങൾ ഓക്കെയാണ്. ശരി ശരി, എനിക്കും എന്തായാലും വീട്ടു ജോലിക്കാരുടെ ആവശ്യമുണ്ട്. നിങ്ങൾ 2 പേരും നാളെ തൊട്ട് ജോലിക്ക് വന്നോളൂ. അങ്ങനെ അവർ 2 പേരും അവിടെ ജോലിക്ക് കയറി. അവർ സ്വന്തം വീട്ടിലെ ജോലിയെല്ലാം വേഗം ചെയ്ത് തീർത്തിട്ട് വ്യവസായിയുടെ വീട്ടിൽ ജോലിക്ക് പോകാൻ തുടങ്ങി. വ്യവസായിയുടെ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ആ വഴിയിൽ ഒരു വലിയൊരു കാട് കടക്കേണ്ടതായിട്ടുണ്ട്. അവർ അതുവഴി വേഗം തന്നെ നടക്കുമായിരുന്നു. വൈകുന്നേരം അതുപോലെ തന്നെ വ്യവസായിയുടെ വീട്ടിലെ ജോലികളെല്ലാം വേഗം ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചു വീട്ടിലേക്ക് പോകുമായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസവും വേഗം ജോലി ചെയ്ത് തീർത്തുകൊണ്ടിരിക്കുമ്പോൾ നിർമ്മല പറഞ്ഞു, കിരൺ, നീ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞോ? ചേച്ചി, ഒരു 15 മിനിറ്റ് കൂടിയുണ്ട്. കിരൺ, നിനക്കറിയാലോ നമുക്ക് കാട്ടിക്കൂടെ വേണ്ടേ പോകാനായിട്ട്? വേഗം ചെയ്യൂട്ടോ. കിരൺ പെട്ടെന്ന് തന്നെ ജോലിയെല്ലാം തീർത്ത് തിരിച്ചു വീട്ടിലേക്ക് പോകാൻ റെഡിയായി. അവർ തിരിച്ച് വീട്ടിലെത്തിയതും 2 പിള്ളേരും കൂടി അടുത്തേക്ക് കയറി വന്നു. അമ്മയ്ക്കറിയോ, അപ്പുറത്തെ വീട്ടിലെ ആന്റി ഇന്ന് ഹൽവയും പൂരിയും ഉണ്ടാക്കിയായിരുന്നു. അവിടുന്ന് നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു അമ്മേ. ബബുലു വിചാരിച്ചു അവര് നമുക്കും ഹൽവ പൂരി തരുമെന്ന്. പക്ഷെ അവർ ഞങ്ങൾക്ക് തന്നില്ല അമ്മേ. അമ്മേ പ്ലീസ് അമ്മേ, ഹൽവ പൂരി ഉണ്ടാക്കി തരൂ. മോനെ, നമ്മുടെ കയ്യിൽ ഇപ്പൊ അത്ര പൈസയില്ല. എന്നാണ് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവുന്നത് അന്ന് ഹൽവയും പൂരിയും അമ്മ ഉണ്ടാക്കിത്തരാം. നിർമ്മല അങ്ങനെ പറഞ്ഞ് 2 മക്കളെയും സമാധാനിപ്പിച്ചു. അടുത്ത ദിവസം നിർമ്മല വ്യവസായിയുടെ വീട്ടിൽ ജോലിക്ക് പോയപ്പോൾ അയാളുടെ ഭാര്യ പറഞ്ഞു, നിർമ്മല, കിരൺ, സാറിന്റെ കൂട്ടുകാര് കുറച്ചുപേര് ഇങ്ങോട്ട് വരുന്നുണ്ട്. കഴിക്കാൻ വേണ്ടിയിട്ട് പച്ചക്കറി, ഹൽവ, പൂരി, കറികള് എല്ലാം ഉണ്ടാക്കണം കേട്ടോ. ശരി ചേച്ചി, എല്ലാം ഉണ്ടാക്കാം. ചേച്ചി ഒന്നുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട, എല്ലാം ഉണ്ടാക്കാം. അങ്ങനെ അവർ ഹൽവ, പൂരി, ചോറ്, കറി എല്ലാം പെട്ടെന്ന് ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാവർക്കും കഴിക്കാനും കൊടുത്തു. അങ്ങനെ വൈകുന്നേരമായി. കിരൺ അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞ് വ്യവസായിയുടെ ഭാര്യയോട് പറഞ്ഞു, ചേച്ചി, ജോലിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ വീട്ടിൽ പൊക്കോട്ടെ. ശരി കിരൺ, നിങ്ങൾ വീട്ടിൽ പൊക്കോ. പിന്നെ ബാക്കിയുള്ള ഹൽവയും പൂരിയും കൂടി എടുത്തോ. വീട്ടിൽ പോയിട്ട് കുട്ടികൾക്ക് കൊടുക്ക്. നിർമ്മലയ്ക്കും കിരണിനും ഇത് കേട്ട് ഒത്തിരി സന്തോഷമായി. അങ്ങനെ ബാക്കിയുള്ള ഹൽവയും പൂരിയും പൊതിഞ്ഞെടുത്ത് അവർ തിരിച്ച് വീട്ടിലേക്ക് നടന്നു. അങ്ങനെ നടക്കുന്ന വഴിയിൽ ആ കാടിന്റെ നടുക്ക് ഒരു കാറ് കിടക്കുന്നത് കണ്ടു. അങ്ങനെ അവർ ആ കാറിന്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, നോക്കൂ, ഈ കാട്ടിൽ എന്താ ഇത്ര ലേറ്റ് ആയിട്ട് നിൽക്കുന്നത്? എത്രയും പെട്ടെന്ന് ഈ കാട്ടിൽ നിന്ന് പുറത്തിറങ്ങണം. നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് അപകടമുണ്ടാകാം. എന്ത് ചെയ്യാനാ? വണ്ടി സ്റ്റാർട്ടാകുന്നില്ല, വണ്ടി കേടായി. അത് സാരമില്ല, നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ വരാം. അവിടെ അടുത്ത് ഞങ്ങളുടെ വീടുണ്ട്. രാവിലെ നിങ്ങൾക്ക് തിരിച്ചു പോകാം. അങ്ങനെ മായയും നിർമ്മലും അവരുടെ വീട്ടിലേക്ക് വന്നു. അവരെ പുറത്തിരുത്തിയിട്ട് നിർമ്മല അകത്തേക്ക് വന്ന് അമ്മയോട് പറഞ്ഞു, നോക്കമ്മേ, ഇവര് നമ്മുടെ അതിഥികളാണ്. ചേച്ചി ഞങ്ങൾക്ക് ഇന്ന് ഹൽവയും പൂരിയും തന്നുവിട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഹൽവയും പൂരിയും നമുക്ക് അതിഥികൾക്ക് കൊടുക്കണം. മക്കളെ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കാം. വേറെ ഒന്നുമില്ല കൊടുക്കാൻ. അവരുടെ അമ്മയ്ക്കെല്ലാം മനസ്സിലാകും. അവരെല്ലാവരും വിശന്നിരുന്നിട്ട് വന്ന അതിഥികൾക്ക് കഴിക്കാനുള്ളതെല്ലാം കൊടുത്തു. അത് കഴിഞ്ഞ് അവർക്ക് കിടക്കാനുള്ള തയ്യാറെടുപ്പുകളും ചെയ്തു കൊടുത്തു. നമ്മുടെ വീട്ടിൽ ഒരേ ഒരു ഫാനേ ഉള്ളൂ. ആ ഫാനും നിങ്ങളുടെ റൂമിലുണ്ട്. നിങ്ങൾ 2 പേരും ഇവിടെ കിടക്ക്, ഞങ്ങൾ അടുക്കളയിൽ കിടന്നോളാം. ഇങ്ങനെ പറഞ്ഞ് നിർമ്മലയും കിരണും അവിടെ നിന്ന് പോയി. അവരുടെ ആതിഥ്യ മര്യാദ കണ്ട് മായയ്ക്കും ഭർത്താവിനും വളരെ സന്തോഷമായി. അടുത്ത ദിവസം രാവിലെ തന്നെ മായയും ഭർത്താവും അവരോട് അനുവാദം വാങ്ങി യാത്ര തുടങ്ങി. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് നിർമ്മലയുടെ വാതിലിൽ വന്ന ഒരാൾ മുട്ടി. വാതിൽ നിർമ്മല തന്നെയാണ് തുറന്നത്. അപ്പോ അയാൾ പറഞ്ഞു, ശ്രീമാൻ അരുണും ശ്രീമതി മായാദേവിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ക്ഷണക്കത്ത് തന്നുവിട്ടിട്ടുണ്ട്. കൂട്ടത്തിലൊരു കാറും അയച്ചിട്ടുണ്ട്. നിങ്ങളെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ടും വിളിച്ചിട്ടുണ്ട്. ഇൻവിറ്റേഷൻ വായിച്ച ശേഷം നിർമ്മലയ്ക്കും കിരണിനും മനസ്സിലായി മായ ഞങ്ങൾക്ക് വേണ്ടി വിരുന്നൊരുക്കിയിട്ടുണ്ടെന്ന്. അങ്ങനെ കുടുംബസമേതം വിരുന്നിന് വരാൻ വേണ്ടിയുമാണ് ആ ഇൻവിറ്റേഷൻ ലെറ്ററിൽ ഉണ്ടായിരുന്നത്. ആ കാർഡ് കണ്ടിട്ട് നിർമ്മലയ്ക്കും കിരണിനും ഒത്തിരി സന്തോഷമായി.
എല്ലാവരും വളരെ സന്തോഷത്തോടെ റെഡിയായി കാറിൽ കയറി അങ്ങോട്ട് യാത്ര ചെയ്തു. അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് നമ്മളെ വരവേൽക്കാൻ വേണ്ടിയിട്ട് വലിയ പൂക്കൾ കൊണ്ടുള്ള കുറെ അലങ്കാരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. അങ്ങനെ അവർ അകത്തേക്ക് വന്നു. മായ വളരെ സന്തോഷത്തോടെ അവരെ സ്വീകരിച്ചു. പിന്നെ ശ്രീയരുൺ ബൻസിയെയും രാമുവിനെയും സ്വീകരിച്ചു. കുറച്ചു കഴിഞ്ഞ് അവിടുത്തെ വേലക്കാരോട് മായ പറഞ്ഞ് ഭക്ഷണമെല്ലാം എടുത്തുവെച്ചു. വിവിധതരം ഫുഡ് ഐറ്റംസ് എല്ലാം കണ്ട് അവർക്ക് വളരെ അത്ഭുതമായി തോന്നി. അപ്പൊ മായ പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും അതിശയത്തോടെ നോക്കിയിരിക്കുന്നത്? ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ദയവ് ചെയ്ത് ഇതെല്ലാം കഴിക്കണേ. മായാദേവി ഇങ്ങനെ പറയുന്നത് കേട്ട് നിർമ്മലിനും കിരണും ഒത്തിരി സന്തോഷമായി. അങ്ങനെ എല്ലാവരും ചേർന്ന് ഭക്ഷണം കഴിച്ചു. നിർമ്മല പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾക്ക് വളരെ സുഭിക്ഷമായി വിരുന്നാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിനു മുൻപേ ആരും ഞങ്ങൾക്ക് ഇതുപോലെ വിരുന്നൊരുക്കിയിട്ടില്ല. ഈ വിരുന്ന് ഒന്നുമല്ല, നിങ്ങൾ അന്ന് ഒരുക്കിയ വിരുന്നിനെക്കാട്ടിലും എത്രയോ കമ്മിയാണിത്. നിങ്ങൾ വിശന്നിരുന്നിട്ട് നിങ്ങളുടെ ഹൽവയും പൂരിയും ഞങ്ങൾക്ക് തന്നില്ലേ? ആകെ ഉണ്ടായിരുന്ന ഒരേ ഒരു ഫാനിലുള്ള റൂമിൽ ഞങ്ങളെ ഉറക്കിയിട്ട് കിച്ചണിലല്ലേ നിങ്ങൾ കിടന്നുറങ്ങിയത്? നിങ്ങളുടെ ഹൃദയം വളരെ വലുതാണ്. ഇത് കണ്ട് അരുൺ പറഞ്ഞു, നിങ്ങൾ ചെയ്തെന്ന സഹായത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എനിക്ക് നിങ്ങളോടൊരു ചെറിയ കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ രണ്ടുപേരുടെയും ഭർത്താക്കന്മാർക്ക് എന്റെ കമ്പനിയിൽ ഞാൻ ജോലി നൽകാം. ഇത് കേട്ട് എല്ലാവർക്കും സന്തോഷമായി. അവർക്കറിയാമായിരുന്നു ശ്രീയരുണിന്റെ കമ്പനിയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ അവരുടെ ജീവിതം വളരെ നല്ല നിലയിൽ ജീവിക്കാൻ കഴിയുമെന്ന്. അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ച് അവർ തിരിച്ചു വീട്ടിലേക്ക് വന്നു. പിന്നീട് അവരുടെ ജീവിതം വളരെ നന്ദി. ഗരിമ, ഞാൻ കുറച്ച് പാത്രം കഴിക്കട്ടെ. നീ ഈ കറിയൊന്നുണ്ടാക്കൂ. ഞാൻ ഉണ്ടാക്കിയാൽ ഇത് കരിഞ്ഞു പോകും അമ്മേ. അമ്മ തന്നെ ഉണ്ടാക്കിക്കോ. ഇങ്ങതാ, ഞാൻ കഴുകാൻ പാത്രം. ഷെടാ, ഞാനിവിടെ ഇല്ലേ? ഇല്ല, ഞാനിവിടെ തൂത്തു തുടയ്ക്കാം. പക്ഷെ എന്റെ കൂട്ടാന്റെയും കറിയുടെയും കാര്യമൊക്കെ അമ്മ തന്നെ നോക്കിക്കോ. നിന്റെ ഭർത്താവിന്റെ വീട്ടിൽ ഞാൻ വന്ന് ഭക്ഷണം ഉണ്ടാക്കുവോ? മിണ്ടാതെ ഇവിടെ നിന്ന് കറി വെച്ചോ. എപ്പോ നോക്കിയാലും എന്തെങ്കിലും ഒഴിവു പറയും. ഗീത പറയുന്നത് കേട്ട് അവളുടെ മകൾ ഗരിമ ചീനിച്ചട്ടി വെച്ച് എണ്ണയൊഴിച്ചു. ശേഷം മസാലയും കിഴങ്ങും പയറും അതിലേക്കിട്ടു. പിന്നെ ഒഴിക്കേണ്ടത് വെള്ളമായിരുന്നു. ഗരിമ പതുങ്ങി പതുങ്ങി ശ്രദ്ധിച്ച് കറി വെക്കാൻ തുടങ്ങി. അപ്പോൾ, ഇവിടെ നോക്ക്, ഞാൻ ഈ തുണിയൊന്ന് ഉണങ്ങാനിട്ടിട്ട് വരാം. കറി നോക്കിക്കോണം കേട്ടോ. ഹാ, ശരിയമ്മേ. ഗീത പോയ ശേഷം കുറച്ചുനേരം ഗരിമ കറിയിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ ബോറടിച്ചു തുടങ്ങിയപ്പോൾ അവൾ അവളുടെ മൊബൈൽ എടുത്ത് വീഡിയോസ് കാണാൻ ആരംഭിച്ചു. വീഡിയോ കണ്ട് രസിച്ച് സമയം പോയതേ അവൾ അറിഞ്ഞില്ല. അപ്പോഴേക്കും ഗീത മുകളിൽ നിന്ന് തിരിച്ചു വന്നു. ഗ്യാസ് നിർത്തിയിരുന്നല്ലോ അല്ലേ? ഓ ഷിറ്റ്, ദൈവമേ, ഇല്ല ഇല്ല ഇല്ല. ഗരിമ പാത്രത്തിന്റെ മൂടി മാറ്റിയപ്പോൾ അവൾ ഞെട്ടിപ്പോയി. കറി മരുഭൂമിയേക്കാൾ വറ്റി വരണ്ടുപോയിരിക്കുന്നു. ഒട്ടും തന്നെ ഗ്രേവി ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്തോ കറി കരിഞ്ഞിട്ടില്ലായിരുന്നു. താങ്ക് ഗോഡ്, ഞാൻ കറി കരിച്ചു കളഞ്ഞില്ല. ദാ, നല്ല പെർഫെക്റ്റ് ആലു മട്ടർ റെഡി. പെർഫെക്റ്റ്. ഇതിന്റെ ഗ്രേവി എവിടെ? അത് ഞാൻ ചിന്തിച്ചതേയില്ല. എന്നാ കുറച്ച് വെള്ളം ഒഴിക്കട്ടെ? ആ, എന്തിനാ വെള്ളം? പെട്രോൾ ഒഴിക്ക്. അതിന്റെ എങ്കിലും ടേസ്റ്റ് ഉണ്ടാകുമല്ലോ. മമ്മി, ശരിക്കും പെട്രോൾ ഒഴിക്കാൻ പറ്റുമോ? എന്റെ ദൈവമേ, ഈ പെണ്ണിനെ ഇത് എന്ത് ചെയ്യും? കെട്ടിച്ചു വിട്ടാൽ എന്നും ഇവൾ എന്നെ ചീത്ത കേൾപ്പിക്കും. എന്നത്തെയും പോലെ അന്നും ഗരിമ മാജിക് ചെയ്ത് കാണിച്ചു. നോക്കി നിന്ന് ഗ്രേവി ഇല്ലാതാക്കി. അങ്ങനെ വൈകുന്നേര സമയം. എന്നാ പിന്നെ ഭക്ഷണം എടുത്തോളൂ, നല്ല വിശപ്പ്. നിങ്ങൾക്ക് സ്വന്തമായി തന്നെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നിട്ടാണോ വിശന്നിരിക്കുന്നത്? മണ്ടൂസേ, ആരാണ് ദിവസവും ഷാഹി പനീർ അല്ലെങ്കിൽ മട്ടർ പനീർ കഴിക്കുന്നത്? ഏറ്റവും നല്ലത് വീട്ടിലെ ഭക്ഷണം തന്നെയാണ്. എന്നാൽ ഇനി വേഗം ഭക്ഷണത്തെ വിളമ്പിക്കോളൂ. അത് പപ്പ, ഇന്ന് ഞാൻ ആലു മട്ടർ കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ച് വ്യത്യസ്തമായി. ആലു മട്ടർ? നീ ഒരു കാര്യം ചെയ്യൂ, റൊട്ടിയുടെ കൂടെ കുറച്ച് ചോറും കൂടെ കൊണ്ടുവരൂ. ഇല്ല പപ്പ, പേടിക്കണ്ട. അച്ഛന് ചോറിന് ആവശ്യം വരില്ല. റൊട്ടി തന്നെ അച്ഛൻ ഇഷ്ടപ്പെടും. ഗ്രേവിയില്ലാത്ത ആലു മട്ടർ കണ്ടപ്പോൾ തന്നെ അവളുടെ അച്ഛൻ മഹേഷിന്റെ മുഖം വാടി. ലക്ഷം തവണ പരിശ്രമിച്ചിട്ടും ഗരിമയ്ക്ക് ഗ്രേവിയുള്ള കറി ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിനു കാരണം അവളുടെ ഫോൺ നോക്കുന്ന സ്വഭാവമായിരുന്നു. സമയം കടന്നുപോയി. ഗരിമ വിവാഹിതയായി. അവളുടെ ഭർത്തൃവീട്ടുകാർ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വളരെ കർശനക്കാരും വിട്ടുവീഴ്ചയില്ലാത്തവരുമായിരുന്നു. അങ്ങനെ ഗരിമ ആദ്യമായി അടുക്കളയിൽ കയറിയ ദിവസം. ഇതാ പപ്പാജി, ഇത് മട്ടർ പനീർ, ഇത് ആലു പനീർ, ഇത് മുരിങ്ങയില കറി. മോളെ, ഇതെല്ലാം എന്തിനാണ് ഇത്ര ഉണങ്ങിയിരിക്കുന്നത്? പപ്പാജി, അതൊരു പുതിയ സ്റ്റൈലിലുള്ള കറിയാണ്, ഡ്രൈ ഫ്രൈ. പക്ഷെ മോളെ, ഇനി മുതൽ കുറച്ച് ഗ്രേവിയും കൂടെ വേണം. ഈ വരണ്ട കറി കൂട്ടി എങ്ങനെ ചോറ് തിന്നാനാണ്? സോറി മമ്മീജി, ഞാൻ നാളെ മുതൽ ശ്രദ്ധിച്ചോളാം. ഗരിമയ്ക്ക് അത് വളരെ വിഷമം തോന്നി. അവൾ അടുത്ത ദിവസം മുതൽ ഗ്രേവിയിൽ ശ്രദ്ധിക്കാൻ തീരുമാനിച്ചു.
അടുത്ത ദിവസം അവൾ നല്ലൊരു മുട്ടക്കറി ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തു. മസാലയും വെള്ളവും മുട്ടയും ഇട്ട് തിളപ്പിച്ച് പ്ലേറ്റ് കൊണ്ട് മൂടിവെച്ചു. പക്ഷേ എപ്പോഴാണ് അവൾ മൊബൈൽ എടുത്തതെന്ന് അവൾക്ക് തന്നെ മനസ്സിലായില്ല. മുട്ടക്കറി കരിഞ്ഞുപോയില്ല, പക്ഷേ അതിൽ നിന്നും ഗ്രേവി, കഴുതയുടെ തലയിൽ നിന്ന് കൊമ്പ് എങ്ങനെയാണോ പോയത് അതുപോലെ തന്നെ അതും അപ്രത്യക്ഷമായി. തീർന്നു, ഇതെന്തായാലും പെട്ടു, ഇനി രക്ഷയില്ല. ഒരു കാര്യം ചെയ്യാം, പെട്ടെന്ന് ഒന്നുകൂടെ മുട്ടക്കറി ഉണ്ടാക്കാം. അപ്പോൾ പെട്ടെന്ന് അവളുടെ ഭർത്താവിന്റെ ശബ്ദം കേട്ടു. ഞാനും അച്ഛനും ലേറ്റ് ആകുന്നു, വേഗം ഭക്ഷണം കൊണ്ടുപോയോ? ഗരിമ വിറച്ചുകൊണ്ട് തന്റെ ഭർത്തൃവീട്ടുകാരുടെ മുന്നിലേക്ക് കറി കൊണ്ടുവന്ന് വെക്കുന്നു. അതിൽ ചാറുണ്ടായിരുന്നില്ല. മരുമോളെ, നീ ഇതെന്താ ഉണ്ടാക്കിയിരിക്കുന്നത്? അത് മമ്മീജി, മുട്ട കറി, ഡ്രൈ എഗ്. ഇതിനെ ബോയിൽഡ് എഗ് എന്നാണ് പറയുന്നത് ഗരീമ, പക്ഷെ കറി കൂടെ കൊണ്ടുവരൂ. അതെ, ഇത് മാത്രമേ ഉള്ളൂ. ഗ്രേവി വറ്റിപ്പോയി. അതെ, വറ്റിപ്പോയോ അതോ കരിഞ്ഞുപോയോ? നോക്കു മോളെ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക്. നിന്റെ ഈ പുതിയ പുതിയ പരീക്ഷണങ്ങൾ കൊണ്ട് എന്റെ വയറ് പ്രശ്നമാ. എന്റെ വയറ് മൊത്തം കത്തുകയാ. നീ കുറച്ച് ഗ്രേവി ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ വലിയ ഉപകാരമായേനെ. അല്ലെങ്കിൽ ഒരു ദിവസം ഞങ്ങളും ഇങ്ങനെ ഉണങ്ങി ഉണങ്ങി മരിച്ചു പോകും. മനസ്സിലാകുന്നുണ്ടോ? ഇത്തവണ ഓംപ്രകാശിന്റെ സർലയുടെയും സ്വരത്തിൽ ദേഷ്യം കലർന്നു. അടുത്ത ദിവസം ഗ്രേവിയുള്ള ആലു ടൊമാറ്റോ കറി ഉണ്ടാക്കിയേ അടങ്ങൂ എന്ന് ഗരിമ ശപഥം ചെയ്യുന്നു. അവൾ മുഴുവൻ മസാലകളും വെള്ളവും ഒഴിക്കുന്നു. പിന്നെ മൊബൈലിലെ പല വീഡിയോകളിൽ പല ഷെഫുമാർ എങ്ങനെയാണ് കറി പെർഫെക്റ്റായി ഉണ്ടാക്കേണ്ടതെന്ന് അവളോട് പറയുന്നു. ഇത് കണ്ട് ഗരിമയ്ക്ക് വളരെ സന്തോഷമായി. അങ്ങനെ അവൾ ഓരോന്നോരോന്നായി വീഡിയോകൾ മുഴുവനായി കാണാൻ തുടങ്ങി. ഇപ്പോ കാണാം എന്റെ ഗ്രേവി എങ്ങനെയാണ് വറ്റിപ്പോകുമെന്ന്. ഇത്രയും പറഞ്ഞ് ഗരിമ മൊബൈൽ സൈഡിലേക്ക് മാറ്റിവെച്ചു. പാത്രത്തിന്റെ മൂടി തുറന്നതും തക്കാളി മുഴുവൻ കറുത്തുപോയതായി അവൾ കാണുന്നു. ഉരുളക്കിഴങ്ങും കല്ലുപോലെ ആയിരിക്കുന്നു. ചീനിച്ചട്ടി അമാവാസി രാത്രി പോലെ കറുത്തിരുന്നു. പിന്നെ ഗ്രേവി, അത് സ്വർഗം പൂകിയിരുന്നു. പക്ഷേ ഈ മുഴുവൻ പരിപാടിയും സമാപിച്ചത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഗരിമ, എനിക്കും അച്ഛനും ലേറ്റ് ആകുന്നു, വേഗം ഭക്ഷണം കൊണ്ടുപോയോ? പ്ലീസ്, എന്തെങ്കിലും ഗ്രേവി ഉള്ളത് കൊണ്ടുവരണം. ഇത് കേട്ട് ഇത്തവണ ഗരിമയുടെ രക്തം കൂടി വറ്റിപ്പോയി. അവൾ ആകെ ക്ഷീണിതയായി. ആ കടായിൽ അത്ഭുതകരവും അനശ്വരവുമായ ആ മാന്ത്രികമായ ചൂട് കറിയുമായി വന്ന് അത് തന്റെ വീട്ടുകാരുടെ മുന്നിൽ വെച്ചു. എന്നിട്ടവൾ തല വെട്ടാൻ ഉത്തരവിട്ട കൈകാലുകൾ ബന്ധിച്ച് ഒരു പ്രതിയെപ്പോലെ നിന്നു. അന്ന് ഗരിമയ്ക്ക് കണക്കിന് തന്നെ കിട്ടി. ആ ദിവസം തന്നെ അവൾ കരഞ്ഞുകൊണ്ട് തന്റെ പെട്ടിയും പാക്ക് ചെയ്ത് സ്വന്തം വീട്ടിലേക്ക് മടങ്ങി. അതെ, എന്തുപറ്റി? നീ എന്തിനാണ് ഇങ്ങനെ ഉണങ്ങിയ ഇല കണക്കിനെ നിൽക്കുന്നത്? മതി അമ്മേ, ഈ ഉണങ്ങൽ എന്റെ ജീവിതം നശിപ്പിച്ചു. ഗരിമ മുഴുവൻ കാര്യങ്ങളും തന്റെ അമ്മയോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ തന്നെ ഗീത അവളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി വെള്ളം നിറച്ച ഒരു ബക്കറ്റിലേക്കിട്ടു. അമ്മേ, നിങ്ങൾ എന്താണ് ഈ ചെയ്തത്? നീ വളരെ ശരിയാ ചെയ്തത് ഗീത. ഇനി നോക്കിക്കോ, നിന്റെ എല്ലാ കറിക്കും ഗ്രേവി ഉണ്ടാകും. ഇനി നിന്റെ ബാഗ് എടുത്തു വാ, നിന്നെ നിന്റെ ഭർത്താവിന്റെ വീട്ടിൽ കൊണ്ടാക്കാം. ഭർത്തൃവീട്ടിലെത്തി ഗരിമയുടെ അമ്മ ഗീത എല്ലാവരുടെയും മുന്നിൽ കൈകൂപ്പുന്നു. നിങ്ങൾ ഇവളോട് ക്ഷമിക്കണം. ഇനി ഇവളുടെ ഭാഗത്തുനിന്നും ഒരു വീഴ്ചയുണ്ടാകില്ല. പക്ഷെ ഗീത, ഇവളെ കൊണ്ട് ഗ്രേവിയുള്ള കറി ഉണ്ടാക്കാൻ പറ്റില്ല. നീ വളരെ ശരിയാ ചെയ്തത് ഗീത. ഇവളുടെ അമ്മ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വിശ്വസിക്കാം. അങ്ങനെയാണെങ്കിൽ വരൂ, ഇന്ന് വൈകുന്നേരത്തെ ഭക്ഷണം നമുക്ക് ഒരുമിച്ച് കഴിച്ചിട്ട് വീട്ടിൽ പോകാം. അതിനുശേഷം എല്ലാവരും തീന്മേശയിലിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. ഗരിമയാണെങ്കിൽ ആദ്യമായി മൊബൈലില്ലാതെ അടുക്കളയിൽ ജോലി ചെയ്യുകയായിരുന്നു. അവൾക്ക് ആത്മാവില്ലാത്ത ശരീരം പ്രവർത്തിപ്പിക്കുന്നത് പോലെയാണ് അനുഭവപ്പെട്ടത്. അവൾ മസാലയിട്ട് നന്നായി വെള്ളമൊഴിച്ചു. പിന്നീട് മുട്ടയും ഇട്ടു. പിന്നെ മറ്റൊന്നും ശ്രദ്ധിക്കാതെ പൂർണ്ണ ശ്രദ്ധയോടെ കറി തിളയ്ക്കുന്നത് നോക്കി നിന്നു. അപ്പോൾ പുറത്തുനിന്നും ശബ്ദം വന്നു. ഗ്രേവി ശ്രദ്ധിക്കണം ഗരിമ. വിഷമിക്കേണ്ട, ഞാൻ നോക്കിക്കോളാം. ഇത്തവണ എല്ലാം ശരിയാകും. തന്റെ അമ്മയുടെയും അമ്മായിയമ്മയുടെയും വാക്കുകൾ കേട്ട് ഗരിമ ചട്ടിയിലേക്ക് നോക്കി. പിന്നെ കുറച്ചു സമയത്തിനു ശേഷം ഒരു നീണ്ട ശ്വാസമെടുത്തു. എന്നിട്ട് കടായിയുടെ അടപ്പ് തുറന്നു. അവളുടെ കൺമുന്നിൽ ചാറും ഗ്രേവിയും ഒക്കെയുള്ള അടിപൊളി മുട്ടക്കറി തയ്യാറായിരുന്നു. പിന്നെ തീന്മേശയിൽ ആ കറി കണ്ടപ്പോൾ എല്ലാവരും ആശ്ചര്യപ്പെട്ടു. വാവ്, ഒന്നും കൂടുതലുമല്ല കുറവുമില്ല. ഉപ്പും മുളകും എല്ലാം പാകത്തിന്. നിങ്ങൾ വിഷമിക്കേണ്ട, ഇനി മുതൽ എന്നും ഇതുപോലെ നല്ല ഗ്രേവിയുള്ള കറിയായിരിക്കും ഇവൾ ഉണ്ടാക്കുക. ഒരു ദിവസം കൊണ്ട് ഞങ്ങളുടെ മരുമകൾ ഇങ്ങനെ പഠിക്കാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്തത്? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. നേരത്തെ പഠിപ്പിക്കാൻ പറ്റാത്ത കുറച്ചു കാര്യങ്ങൾ ഇപ്പോൾ പഠിപ്പിച്ചു. ആ ദിവസം എല്ലാവരും ഗരിമയെ വാനോളം പുകഴ്ത്തി. അവളുടെ ഭർത്താവ് സുരേഷിനും വളരെ സന്തോഷമായി. സന്തോഷത്തോടുകൂടി അയാൾ പറഞ്ഞു, ഇത്രയും സ്വാദിഷ്ടമായ മുട്ടക്കറി ഇന്നുവരെ ഞാൻ കഴിച്ചിട്ടില്ല. നീ അടിപൊളിയായിട്ട് ചെയ്തു ഗരീമ. നിനക്ക് എന്തെങ്കിലും സമ്മാനം തരണമെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഞാൻ നാളെ തന്നെ നിനക്ക് പുതിയൊരു മൊബൈൽ വാങ്ങിത്തരാം. വേണ്ട. വേണ്ട. Thanks for watching.